42-45 വയസ്സുള്ള ലേഡി കംസ് വിത്ത് എ ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. ഇത് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് പിടികിട്ടില്ല. എന്താ ഡോക്ടറെ ഇങ്ങനെ സംഭവിക്കണമെന്ന് ചോദിക്കും. ഈ കുക്കിംഗ് വന്നു കഴിഞ്ഞിട്ട് പല സമയത്തും എയർ സർക്കുലേഷൻ ഈ കിച്ചണകത്ത് കാര്യമായിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് എല്ലാം അവിടെ തന്നെ കെട്ടി നിൽക്കും. അവർ ഇതേ എയർ തന്നെ റീബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും ഈ കാർബൺ ഡയോക്സൈഡ് കണ്ടിന്യൂസ്. പ്രത്യേകിച്ച് അവിടെ എക്സോസ്റ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ജനല് പ്രോപ്പറായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടാവും. അതൊരു മേജർ ഫാക്ടറാണ്. അപ്പൊ ആക്ച്വലി കുക്ക് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ എക്സോസ്റ്റും ഇഫ് പോസിബിൾ വിൻഡോസും ഡോർസും ഒക്കെ എല്ലാം ഓപ്പൺ ആയിരിക്കണം. എയർ സർക്കുലേഷൻ ഭയങ്കരമായിട്ട്, കാരണം ഇൻഡോർ എയർ പൊല്യൂഷൻ ഭയങ്കര ഫാക്ടറാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സിഗരറ്റ് വലിക്കണേ ഇക്വലന്റാണ്. കാരണം അത് ആ എയർ അവിടെ തന്നെ തങ്ങി നിൽക്കുക. ആ എയർ പിന്നെയും പിന്നെയും ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കും, വിട്ടുമാറാത്ത ചുമ. അപ്പൊ അങ്ങനത്തെയുള്ള ഐഡന്റിഫൈ ചെയ്യാത്ത നോട്ടീസ് ചെയ്യാത്ത ഫാക്ടേഴ്സ് ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഡയബറ്റീസിനേക്കാളും പ്രഷറിനേക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എയർ പൊല്യൂഷൻ.